ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. നല്ല മുടലേ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. അടുത്ത കാര്യകർത്താക്കൾ പ്രവർത്തിച്ച രീതി 1.5 വർഷം കാലമായി ഞാൻ നേരിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിയ തന്ത്രങ്ങളൊന്നുമില്ല. എന്നാൽ മുൻകാലങ്ങളിലെ പ്രവർത്തന രീതിയിൽ നിന്ന് ഒരുപാട് മാറിയുള്ള പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചപ്പോൾ അവർക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത് ഈ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് വഹിച്ച പ്രവർത്തനമാണ്. ഞാൻ തൃശ്ശൂരിലെ കാര്യകർത്താക്കളെ മുഴുവൻ, അതുപോലെ തന്നെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇപ്പോഴും ഇല്ലാത്ത 100 കണക്കിന് സ്ത്രീകളാണ് കൂടുതൽ. ഒരു തിരുനാളമൊന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത്. ഇതിനി ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ, ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതി. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഇത് മറ്റേ ട്രോളുകാർ ഇപ്പൊ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം. തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും. ഈശ്വര, ഇത് അയാളാവല്ലേ? ആണെങ്കിൽ ഇയാൾക്ക് പെട്ടെന്ന് അമിനീഷ് വന്ന് എന്നെ മറന്നു പോണേ. ട്രോള് ചെയ്യണം. ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. ഫിക്സ്. പറ. മറ്റേ ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം. അത് മാത്രമാണ് നമുക്ക് വിജയ വഴി. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അവരെന്തൊക്കെ നിശ്ചയിച്ചു, അതിന്റെ എതിരെഴുത്ത് നടത്തിയതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള, ഭാരതമെന്ന് ചിന്തിച്ച, കേരളമെന്ന് ചിന്തിച്ച മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അത് സംഭവിക്കട്ടെ. അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നു. തൃശ്ശൂർ എനിക്കിഷ്ടമാണ്. തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. തൃശ്ശൂർ എനിക്കിഷ്ടമാണ്. തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. അല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഇതുപോലത്തെ ഒരു മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടാ ഇതുപോലൊരു മുഖം കാണുന്നത്. അവസാനമായിട്ടും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇതും ആ ട്രോളേഴ്സ് എടുത്തിട്ട് ഇനി ഒന്ന് പെനത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? സംസ്കാരത്തിനേറ്റ് ഏറ്റവും വലിയ ചൂതിയാണ് ഈ പ്രവർത്തനം. ഒരു രാജ്യം, ഒരു സംസ്ഥാനം, ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം,
അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൊരുളാണ്. ആ പൊരുളിന് ഈശ്വരനാൽ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന, ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള, ഇംഗ്ലീഷിൽ അതിന് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം ഒരച്ചു നോക്കലിലോ തുരന്നു നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് ഫലം കണ്ടെത്താനാവുന്നത്. ഉറച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി? മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു. ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം. 100% ഞാൻ യോജിക്കുന്നു. എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി. പക്ഷെ നന്മയ്ക്ക് നൽകലിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗം ലഭിക്കും. അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ടെ, ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം, പാലക്കാട്ടും വരണം, വയനാട്ടിലും വരണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇതൊന്നും ഇനി നമുക്ക് അഗ്നിപരീക്ഷയാണ്, നമുക്ക് ലിറ്റ്മസ് ടെസ്റ്റാണ്, ആസിഡ് ടെസ്റ്റാണ് എന്ന് പറയണ്ട. ഞങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ്, നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷയാണ്. ഒരു ബോഡി ഒത്തു കിട്ടി. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. നിങ്ങൾ തന്ന ഈ ആവേശത്തിനും സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി. ഒരു കാര്യം കൂടി, ഞാൻ ശ്രീ രാധാകൃഷ്ണൻ MP അവർകളെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പം അറിയില്ലെങ്കിൽ ഇന്നു മുതൽ വളരെ ആഴത്തിലൊന്ന് അറിയാനുള്ള ശ്രമം നടത്തണം. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിന്റെ വഴിയായി. എവിടെയോ എന്തോ ഒരു തകരാറ്. അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഞാൻ കുറച്ചു കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത, ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യണ്ട. അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം ഓടി അവിടെ എത്തും, ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞതല്ല, വീണ്ടും അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ? ഗുരുവായൂർ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെ അറിയാമല്ലോ.
അവരൊക്കെ ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കും ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ. അങ്ങനെ സംഭവിച്ചാലും സന്തോഷം. നമ്മളിത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ എവർക്കൊന്നും മറ്റേ നേതാവിൻ്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല. പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. വെറുതെ ഭരണഘടന എടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടൊന്നും ആവത്തില്ല. ഹൃദയത്തിൽ അതുണ്ടാവണം. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. പാർലമെന്റിൽ TV-യിൽ വരുന്നത് കൊണ്ട് ലോകം മുഴുവൻ കാണും, കുറച്ച് കയ്യടി നേടാമെന്നല്ല. ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കും. അത് ശരിയാ. ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. ഇത്രയൊക്കെ കൊടുത്താ പോരെ? പോരെ? ബാക്കി നമുക്ക് നമ്മുടെ വിജയങ്ങളുടെ ഘനം അതുവഴി അവർക്ക് ഏൽക്കുന്ന പ്രഹരം വഴി നമുക്ക് കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം, അതിനുള്ള കഴിവ്, അതിനുള്ള മികവ് നമുക്ക് നൽകണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ബൈ. കൂട്ടപ്പാട്ടത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല.